ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക്ക് ഇൻ്റർവ്യൂസിലൊക്കെ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ ഫ്രെയിംവർക്ക് യു ഹാവ് ഡൺ. ഞാനൊരു ക്വസ്റ്റ്യൻ പല ഇൻ്റർവ്യൂസിൽ അതായത് ജോബിൽ അപ്ലൈ ചെയ്ത് പോയിട്ടുള്ളപ്പം എന്നോട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ ഞാൻ ഇൻ്റർവ്യൂസ് എടുക്കുമ്പം കാൻഡിഡേറ്റ്സിന് അങ്ങോട്ട് ഞാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ആൻസർ നമ്മൾ പറയുന്നതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ആക്ച്വലി ആ ഒരു കാൻഡിഡേറ്റ് ഈ ഒരു ഫ്രെയിംവർക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ടോ, അവർക്ക് നല്ല ഒരു നോളജ് ഉണ്ടോ ഫ്രെയിംവർക്ക് ഡിസൈനിങ്ങിൽ എന്നൊക്കെ അറിയാനായിട്ട് പറ്റും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇൻ കേസ് ഇപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് കോഡിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഒറ്റയ്ക്കായിരിക്കും മേ ബി ആ ഫ്രെയിംവർക്ക് ഡെവലപ്പ് ചെയ്തത്, എന്നിരുന്നാൽ കൂടെയും നമ്മൾ ഇത് പ്രോപ്പറായിട്ട് ഈ ഒരു ആൻസർ ആ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്ന ആളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്നൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. സോ നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഇന്ന് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നമ്മൾ എന്തൊക്കെ പോയിന്റ്സ് അതിൽ ഉൾപ്പെടുത്തണം, എന്തൊക്കെ കാര്യങ്ങൾ മസ്റ്റായിട്ട് നമ്മളവിടെ പറയണം, അതൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ ഉറപ്പായിട്ട് നിങ്ങൾ ഒരു 4-5 തവണ ഒന്ന് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യനാണിത്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടി ഒരു കാര്യം പറയട്ടെ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഈ പറഞ്ഞേക്കുന്ന പോയിന്റ്സ് എല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കണം ആ ഒരു എക്സ്പ്ലനേഷനകത്ത്. അപ്പം എന്തൊക്കെയാണ് നമ്മൾ പറയേണ്ടതെന്നാണ് പോയിന്റ് ഔട്ട് ചെയ്തേക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ പ്രൊജക്റ്റിനെ കുറിച്ച് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് A-to-Z കാര്യങ്ങൾ പറയണ്ട, ജസ്റ്റ് അതിൻ്റെ ഡൊമൈൻ ഏതാണ്. ഫോർ എക്സാമ്പിൾ അതൊരു എയറോസ്പേസ് പ്രൊജക്റ്റ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ഒരു ഇ-കൊമേഴ്സ്, അല്ലെങ്കിൽ ഒരു ബാങ്കിങ് ആപ്ലിക്കേഷൻ, ഒരു ഹെൽത്ത് കെയർ, അങ്ങനത്തെ എന്ത് ഡൊമൈൻ ആണോ അത് പറയുക, മെൻഷൻ ചെയ്യുക. ദെൻ പർപ്പസ് ഓഫ് ദ ആപ്ലിക്കേഷൻ പറയുക, എന്താണ് നിങ്ങൾ ആ ഒരു സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്ത് ഹെൽപ്പാണ് ക്ലയൻറ്റിന് ചെയ്യാൻ വേണ്ടി പോകുന്നത് യൂസിങ് ബൈ ദാറ്റ് സിസ്റ്റം, അത് പറയുക. ദെൻ ടീം മെമ്പേഴ്സ് എത്ര പേരുണ്ടെന്ന് പറയുക. ഇപ്പോൾ ഇൻ കേസ് നിങ്ങളൊരു ലീഡ് അല്ല മാനേജർ ലെവൽ ആണെങ്കിൽ പറയാം, ഓക്കെ ഐ മാനേജ് റിസോഴ്സ് ഓഫ് 8 മെമ്പേഴ്സ് ഇൻ മൈ ടീം, അങ്ങനെ പറയാം. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ടീം മെമ്പർ ആണെങ്കിൽ അത് മെൻഷൻ ചെയ്യുക. ദെൻ നിങ്ങളുടെ റോളിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അതായത് നിങ്ങൾ അതിനകത്ത് എന്തൊക്കെ മൊഡ്യൂൾസ് ആണ് ഹാൻഡിൽ ചെയ്തത്. ഓട്ടോമേഷൻ ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓട്ടോമേഷൻ ആണ് ഞാൻ ചെയ്തത്, ഇന്ന മൊഡ്യൂൾസ് ആണ് ഞാൻ അതിൽ സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം കൂടെ ഒരു 5-6 പോയിന്റ്സ് അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 5 പോയിന്റ്സ് ആയിട്ട് മാത്രം പറഞ്ഞാൽ മതി. ദെൻ നമ്മൾ മെൻഷൻ ചെയ്യണം വിച്ച് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വി ഹാവ് യൂസ്ഡ്. അത് ജാവയാണോ, പൈത്തൺ ആണോ, റൂബി ആണോ, ഏതാണ് യൂസ് ചെയ്തത്. അതുപോലെ ഏത് ഓട്ടോമേഷൻ ടൂളാണ് യൂസ് ചെയ്തത്, സെലീനിയം ആണോ, അത് പറയുക. അടുത്ത പിന്നെ ടൈപ്പ് ഓഫ് ഫ്രെയിംവർക്ക് പറയുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രെയിംവർക്ക്സ് ഉണ്ട്, ലൈക്ക് ഡാറ്റ ഡ്രിവൺ, കീവേഡ് ഡ്രിവൺ, ബിസിനസ് ഡ്രിവൺ, അല്ലെ, ലീനിയർ, ഇങ്ങനെയൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രെയിംവർക്ക്സ് ഉണ്ട്. അതിൽ ഏതാണോ നമ്മൾ ഫോളോ ചെയ്തത് അത് പറയുക. ദെൻ നമ്മുടെ ആ ഒരു പ്രൊജക്റ്റിലെ അല്ലെങ്കിൽ നമ്മുടെ ഫ്രെയിംവർക്കിലെ ഡിഫറെൻറ്റ് പേജസ് ആൻഡ് ടെസ്റ്റ് ക്ലാസ്സസിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ ടെസ്റ്റ് ബേസ് ക്ലാസ് ഉണ്ടായിരിക്കുമല്ലോ. സോ ടെസ്റ്റ് ബേസ് ക്ലാസ് നിങ്ങൾ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്, ലൈക്ക് വെബ് ഡ്രൈവർ ഇനിഷ്യലൈസ് ചെയ്തു, വെയ്റ്റ്സിനെ ആഡ് ചെയ്തു, ഇതൊക്കെ ടെസ്റ്റ് ബേസ് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്, അത് പറയുക. പിന്നെ എങ്ങനെയാണ് എലമെൻറ്റ് ലൊക്കേറ്റേഴ്സിനെ സെപ്പറേറ്റ് ചെയ്തത് മറ്റ് ക്ലാസ്സസിൽ നിന്ന്. ഇപ്പോൾ നമ്മൾ പേജ് ഒബ്ജക്റ്റ് മോഡൽ അല്ലെങ്കിൽ പേജ് ഫാക്ടറി ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യുക. പിന്നെ അടുത്ത് പറയേണ്ടതാണ് യൂട്ടിലിറ്റി ഫംഗ്ഷൻസ് നമ്മളൊരു ഫയൽ യൂസ് ചെയ്യുന്നുണ്ട്, സോ അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ പ്രോപ്പർട്ടീസ് ഫയൽസ്, പിന്നെ ടെസ്റ്റ് എഞ്ചിൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് എഞ്ചിനെ കുറിച്ച് പറയേണ്ട അനോട്ടേഷൻസ് നമ്മൾ യൂസ് ചെയ്തു, അതിൻ്റെ എന്തുകൊണ്ടാണ് ടെസ്റ്റ് എഞ്ചിൻ യൂസ് ചെയ്തത് ആ കാര്യം പറയുന്നു. എന്തുകൊണ്ട് ടെസ്റ്റ് എഞ്ചിൻ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് പാരലൽ എക്സിക്യൂഷൻ നടക്കാനായിട്ട്, അല്ലെങ്കിൽ ക്രോസ് ബ്രൗസർ ടെസ്റ്റിംഗ് പെർഫോം ചെയ്യാനായിട്ട്, അതിനൊക്കെയാണ് ടെസ്റ്റ് എഞ്ചിൻ യൂസ് ചെയ്തത്, അത് മെൻഷൻ ചെയ്യാം. പിന്നെ എക്സൽ ഫയൽസിനെ ഹാൻഡിൽ ചെയ്ത് എങ്ങനെയാണ് അത് നിങ്ങൾ പാരാമീറ്ററൈസ് ചെയ്ത് അത് പറയാം. പിന്നെ സ്ക്രീൻഷോട്ട്സിന്, അത് എറർ സ്ക്രീൻഷോട്ട്, അതായത് ഫെയിൽ ആവുന്ന ടെസ്റ്റ് കേസിൽ സ്ക്രീൻഷോട്ട് എടുക്കുമല്ലോ, സോ അതിൽ നിങ്ങൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യാം. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് എങ്ങനെയാണ് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്തത്. ഇപ്പം നിങ്ങൾ എക്സ്റ്റേൺ റിപ്പോർട്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയുക. പിന്നെ ആ റിപ്പോർട്ട്സിന് ഇമെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യുക. പിന്നെ പറയണം നമ്മൾ വേർഷൻ കൺട്രോൾ സിസ്റ്റം, ലൈക്ക് ഇപ്പോൾ ബിറ്റ് ബക്കറ്റ് അങ്ങനെയൊക്കെയുള്ള ഗിറ്റ് അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ മെൻഷൻ ചെയ്യുക. അതുപോലെ കണ്ടിന്യൂസ് ഇൻ്റഗ്രേഷൻ ടൂൾസ്, ജെങ്കിൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും പറയുക. സോ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ആൻസറിനകത്ത് നമ്മൾ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഓക്കെ,
ഇവിടെ ഈ സ്ക്രീൻഷോട്ട് ഞാൻ കൊടുത്തേക്കുന്നത് നമ്മൾ ഡെവലപ്പ് ചെയ്ത ഒരു സാമ്പിൾ പ്രൊജക്റ്റിൻ്റെ ഒരു സ്ട്രക്ചറാണ്. അടുത്ത് നമ്മൾ പറയാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും ഒന്നുകിൽ നിങ്ങൾക്കൊരു പേപ്പർ ജസ്റ്റ് ഇങ്ങനെ കറക്റ്റ് പോയിന്റ് ഇതുപോലെ തന്നെ എഴുതി കൊടുക്കണമെന്നല്ല പറഞ്ഞ് ജസ്റ്റ് ഒന്ന് എഴുതി കാണിക്കുക. ഇപ്പം മെയിൻ ജാവയ്ക്കകത്ത് ഇന്ന ഫയൽസ് ആണ് വരുന്നത്, ടെസ്റ്റ് എന്നുള്ള പാക്കേജ് ഇന്ന ക്ലാസ് ആണ് വരുന്നത്, ജസ്റ്റ് പേപ്പർ എഴുതി കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഫോൺ കോൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കോൾ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. എന്നപോലെ SRC മെയിൻ ജാവ എന്നുള്ള പാക്കേജിനകത്ത് ഞാൻ ഡിഫറെൻറ്റ് ഫോൾഡേഴ്സ് അല്ല പാക്കേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് കോൺഫിഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഡ്രൈവേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പേജസ് ഉണ്ട്, യൂട്ടിൽസ് ഒക്കെ ഈ ഒരു മെയിൻ ജാവ എന്നുള്ള പാക്കേജിലാണ് വരുന്നത്. സോ കോൺഫിഗിനകത്ത് config.properties ഫയൽ ക്രിയേറ്റ് ചെയ്തു. പിന്നെ അതിനെക്കുറിച്ച് അടുത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി പോവാണ് പിന്നീട്. പിന്നെ പറയുന്നത് പേജസിനകത്ത് നമ്മൾ ഡിഫറെൻറ്റ് വെബ് പേജസിനുള്ള പേജസ് ആണ് ക്ലാസ്സസ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ടെസ്റ്റ് ഡേറ്റ എന്നുള്ള പാക്കേജിനകത്താണ് നമ്മൾ ഇൻപുട്ട് ഡേറ്റ അല്ലെങ്കിൽ ടെസ്റ്റ് ഡേറ്റ നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു എക്സൽ ഷീറ്റ് ആയിരിക്കും. XLSX എന്ന് പറഞ്ഞ എക്സ്റ്റൻഷനുള്ള ഒരു ഫയലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ യൂട്ടിൽ ഫംഗ്ഷനാലിറ്റീസ് ആഡ് ചെയ്യാനായിട്ട് ടെസ്റ്റ് യൂട്ടിൽ നിന്നൊരു വേറൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ടെസ്റ്റ് ക്ലാസ്സസ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ടെസ്റ്റ് ജാവ എന്നുള്ള പാക്കേജിൻ്റെ അണ്ടറിലാണ് വരുന്നത്. പിന്നെ ഫെയിൽഡ് സ്ക്രീൻഷോട്ട്സിനെ സേവ് ചെയ്യാനായിട്ട് വേറൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സ്റ്റേണൽ റിപ്പോർട്ട്സ് സേവ് ആവുന്നത് എക്സ്റ്റേണൽ റിപ്പോർട്ട് HTML എന്ന് പറഞ്ഞാൽ HTML ഫയലായിട്ടാണ്. പിന്നെ നമ്മൾ ടെസ്റ്റ് എൻജിയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ പറയുക. നെക്സ്റ്റ് ഒരു സാമ്പിൾ ആൻസർ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാൻ ഈ പറയുന്നത് ജസ്റ്റ് ഒരു ഡെമോ ആയിട്ട് പറയുകയാണ്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ പോയിന്റ്സ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊജക്റ്റിൽ എങ്ങനെയാണോ കാര്യങ്ങൾ വരുന്നത് അത് വേണം ഇൻക്ലൂഡ് ചെയ്ത് പറയാനായിട്ട്. അപ്പോൾ എന്തൊക്കെ പോയിന്റ്സ് ആണ് വരേണ്ടതെന്ന് മാത്രം, അല്ലെങ്കിൽ എങ്ങനെ ഒരു സാമ്പിൾ ആൻസർ പറയാനാണ് മാത്രമാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. I would like to explain about the project done for XY company. It's a healthcare domain project. The purpose of the system is managing patients' details and organizing them. My team consists of 10 members, including developers, designers, business analysts, and QA. We follow Agile Scrum methodology with sprint duration of 12 days. I work with automation team in developing automation scripts for the application. I have contributed to the main features of the application such as user registration, admission, and patient portals. I used Selenium tool with Java programming and follow data-driven framework. And we followed page object model, POM. As per page object model, we have maintained a class for every individual web pages. Each web page has a separate class, and that class holds the functionality and members of that page. Separate classes for every individual test. We have separate packages for pages and test. All the web page related classes come under the pages package, and all the test related classes come under test package. For example, home page and login page have separate classes to store element locators. For login test, there would be a separate class which calls the methods from the home page class and login page class. Then you can explain about that screenshot. നമ്മൾ തൊട്ടുമുമ്പ് സ്ക്രീൻഷോട്ട് കണ്ടില്ലേ, അതിൽ ജസ്റ്റ് ആ ഒരു സ്ട്രക്ചർ പറയാം. പിന്നീട് പറയണം all the tests are kept in the SRC test Java, and remaining files such as config.properties, element locators, that means POM classes, utility files, test data, etc. Kept under SRC main Java package. We also keep a test base class which deals with all the common functions used by all the pages. This class is responsible for loading the configuration item from the properties files, initializing the webdriver, and keeping the different weights like implicit weight, explicit weight, external reports, and also to create the object of file input stream, which is responsible for pointing towards the file from which the data should be read. We also have a utility class or the function class. The utility class, the name test util.java, which stores and handles the function such as repetitive natures, such as the code which includes the repetitive natures such as waits, actions, capturing screenshots, accessing Excel, sending emails, etc., which can be commonly used across the entire framework. The reason behind creating a utility class is to achieve reusability. This class extends the test-based class to inherit the properties of test-base in test util. We have a properties file that stores the information that remains static throughout the framework, such as browser-specific information, application URL, screenshot path, etc. We keep the screenshots captured and stored in a separate folder, and also the screenshots of failed test cases will be added to the external reports. All the historical test data will be kept in an Excel sheet by using controller.xlsx file. Using TestNG for assertions, grouping, and parallel execution, and also for cross-browser testing.
We use Maven for build, execution, and dependency purpose, integrating the test engine dependency in the pom.xml file and running this pom.xml file using Jenkins. By using Jenkins continuous integration tool, we execute test cases on a daily basis and also for nightly execution based on the schedule. For the reporting purpose, we use external reports. It generates beautiful HTML reports. We use the external reports for maintaining logs and also to include the screenshots of failed test. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സാമ്പിൾ ആൻസർ. അപ്പോൾ നിങ്ങൾ ചെയ്തൊരു പ്രൊജക്റ്റ്, അതിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സ് എല്ലാം വരുന്ന രീതിയിൽ നിങ്ങളൊരു നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഒക്കെ നിങ്ങളുടെ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദെൻ ഈ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു കുറച്ച് വട്ടം തന്നെ കുറച്ച് നമ്പർ ഓഫ് ടൈംസ് നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണം ബിഫോർ ഇൻ്റർവ്യൂ. എങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് വെൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര നല്ല കോഡിങ് ചെയ്തിട്ടുണ്ട്, നമ്മൾ എത്ര നല്ലതായിട്ട് എക്സ്പെർട്ട് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ ഇൻ്റർവ്യൂവർക്ക് മുന്നിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് അനുസരിച്ചിരിക്കും നമ്മളെ അവർ സെലക്ട് ചെയ്യോ വേണ്ട എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ നമ്മൾ ചിലരെ കണ്ടിട്ടുണ്ടല്ലോ, അവർക്കിപ്പം പ്രത്യേകിച്ച് വലിയൊരു എക്സ്പീരിയൻസ് ഒന്നും കാണത്തില്ല കോഡിങ്ങിലൊന്നും, അല്ലെങ്കിൽ അവർ ഫ്രെയിംവർക്ക് ഒന്നും കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല. പക്ഷേ അവർ പ്രസൻറ്റ് ചെയ്യുന്നത് വെച്ചിട്ടായിരിക്കും അവർ ചിലപ്പോൾ ചൂസ് ചെയ്യുക. കാരണം അവർ അത്രയ്ക്കും നന്നായിട്ട് അവർക്ക് പറയാൻ പറ്റും, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എല്ലാവരും ഒന്ന് നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോവുക കേട്ടോ.